ഇവർക്കൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അത് ഞാൻ പറയാം, നല്ല ബിസിനസ് മാൻ ആണ്, ഇങ്ങനെ വേണം പറയാൻ. കൊടുത്തായിരുന്നു 1 ലക്ഷം. നല്ല കാര്യമല്ലേ? എവിടെ മുഖ്യമന്ത്രി? എനിക്കറിയത്തില്ല, കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ്. എനിക്കറിയത്തില്ല, കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ്. ഇവിടെ ചോദിച്ചത് ആ വീട് വെച്ച് കൊടുക്കണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കൊടുക്കുന്ന ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. 3 വീട് വെച്ച് കൊടുക്കാം, പൈസ കൊടുക്കില്ല. ഓക്കെ, അത് ഇന്നലെ പ്രഖ്യാപിച്ച് അത് ഈ പ്രസ്താവന ചിലപ്പം ശരിയായി പോയില്ല എന്നുള്ള കാര്യത്തിൽ പുതിയ പ്രസ്താവന ഇറക്കിയതായിരിക്കും. പഴയ പ്രസ്താവന ഓൾറെഡി വൈറലായല്ലോ. പുതിയ പ്രസ്താവന ഇനി വൈറൽ ആകും, പോകാം. ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് റോക്കി ഇനി വയനാട്ടിലേക്ക് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇല്ല ബ്രോ. എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല. ബാക്കിയുള്ള അങ്ങനെ സോഷ്യൽ മീഡിയ വഴി സ്റ്റണ്ട് ചെയ്തിട്ട്, അതായത് ഒരു ഫേക്ക് ഒരു മുഖം മൂടിയിട്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല, വ്യക്തമായ ഒരു മുഖമുള്ള ഒരാളാണ് ശരി. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി സ്റ്റണ്ടോ അങ്ങനെ ആൾക്കാർ എന്നെ അങ്ങനെ പിന്നെ എന്തോ ഭയങ്കര നല്ലവനെന്നും പറയണ്ട. ഞാൻ ரொம்ப നല്ലവനല്ല, പക്ഷേ ரொம்ப കെട്ടവനല്ല. ഇപ്പൊ കുറച്ച് മുന്നേ ഈ തൊപ്പിയുടെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, തൊപ്പിയുടെ ലൈവില് ജിൻഡോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോക്ക് കൊടുത്ത റെമ്യൂണറേഷൻ 8 ലക്ഷം എന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ കുറെ ആൾക്കാർ കമന്റ്, അപ്പൊ 8 ലക്ഷം ജിൻഡോക്ക് കൊടുത്തിട്ടെങ്കിൽ റോക്കിക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും എന്ന രീതിയിൽ കുറെ അഭിപ്രായങ്ങളും കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് എന്താ പറയാ? എത്ര തൊപ്പി 8 ലക്ഷം രൂപ കൊടുക്കുന്നതിന് റേറ്റിംഗ് ചെയ്യേണ്ടി വരണം. അത് പിന്നെ ജിൻഡോ ഇപ്പൊ പറഞ്ഞത് 5 ലക്ഷം കൊടുക്കുന്നു കിട്ടിയെന്ന് പറഞ്ഞു. അത് എനിക്കൊന്ന് ആലോചിക്കണം. കാര്യം തൊപ്പി 5 ലക്ഷം 8 ലക്ഷം രൂപ ഒന്നും കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ആളുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഞാളിന് ഇത്ര ഒരു മാർക്കറ്റ് വാല്യൂ ഇട്ട ഇപ്പൊ ഒരാളുടെ 1000 രൂപ കൊടുത്താൽ അയാളുടെ വാല്യൂ അതാണ്. സോ ആ ഒരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പിന്നെ പേഴ്സൺ അപ്പം ഇവൻ 8 കൊടുക്കുന്നു പറഞ്ഞാൽ മറ്റേ പറഞ്ഞാൽ എനിക്ക് 5 കിട്ടും. അപ്പം ആൾക്കാർക്ക് 5 ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കൊടുക്കുന്നതാണെങ്കിലും നടന്നിട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. 5 ലക്ഷത്തിന്റെ മാർക്കറ്റ് വാല്യൂ ചിന്തക്ക് ഇല്ലാന്നാണ് അപ്പൊ ഈ പറഞ്ഞതിനോട് ഉദ്ദേശിച്ചത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സത്യം എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് വായി നിങ്ങൾക്കൊന്നും മനസ്സിലാവും. ബ്രോ ഇത്രയേ ഉള്ളൂ ബ്രോ. സ്വന്തം നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാണെന്ന് തോന്നിയാൽ ജനിപ്പിച്ച തന്തയാണെങ്കിലും കൂടപ്പെടുന്ന സഹോദരനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കൊന്നേക്കണം എന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. സ്വന്തം നിലനിൽപ്പ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതൊരു പബ്ലിക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു അത് മാത്രം ചെയ്തിട്ടുള്ള ഒരാള്. പിന്നെ എന്തുവാ, ഒരു ആളിന് എങ്ങനെ റോൾ മോഡൽ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഒരാൾ, ഞാൻ പറയാം എനിക്ക് പേടിയൊന്നുമില്ല, റോൾ മോഡൽ ആകാൻ പാടില്ല എന്ന് പറയുന്ന ഒരാള്, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാൾ, എങ്ങനെ പിന്നെ സംസാരിക്കണമെന്ന് അറിയാത്ത ഒരാൾ, എങ്ങനെ എന്തുവാ. സോ ഞാൻ കണ്ട ഒരാൾ അതായിരുന്നു. ഞാൻ 18 ദിവസം കഴിഞ്ഞിട്ട് അയാൾ നന്നായോ അല്ലേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കള്ളം പറയല്, തെറ്റിദ്ധരിപ്പിക്കൽ, മാനിപ്പുലേഷൻ, കള്ളം പറയല്, പിന്നെ മോഷണം. എന്നുവെച്ചാൽ ഫുഡൊക്കെ ആയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് ചപ്പാത്തിയൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് പോകും. ഈവൻ അവിടെ അപ്സര എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുള്ളി കഴിഞ്ഞ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് വെച്ചിട്ട് മുഖത്ത് തേക്കുന്നത്. അതെ, ജിൻഡോയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഈ പോസ്റ്റ് കാണിക്കല് എന്നിട്ട് ലാസ്റ്റ് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തതാണ്, തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഞാൻ എന്തും പറയും, നിങ്ങൾ എന്തിനാ വിശ്വസിച്ചത് വൈ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാൾ നമ്മളെ ഇത്രയും തെറ്റിദ്ധരിപ്പിച്ചു. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈസ് ഏറ്റവും നല്ല തെറ്റിദ്ധരിപ്പിക്കുന്നുള്ള ട്രോഫി ആണ് ബിഗ് ബോസ് എങ്കിൽ എനിക്ക് അത് പുള്ളിക്കാരന് തന്നെ കൊടുക്കേണ്ടത്. ഞാനത് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ അല്ലായിരുന്നാണ്. ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്താണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ എനിക്കറിയാം. ബ്രോ എന്റെ വാല്യൂ തീരുമാനിക്കുന്നത് എനിക്കങ്ങനെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ വന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇനി ഞാൻ ഇന്നിപ്പോൾ തിരിച്ചു ഓടിക്കാൻ ഞാൻ നല്ല ടയർഡാണ്. ഞാൻ പോയിട്ട് കുറച്ച് നേരം ഉറങ്ങി, നാളെ പോകത്തുള്ളൂ. ഇവിടെ ഇതിൻ്റെ അക്കോമഡേഷൻ കാര്യങ്ങളുണ്ട്. ഞാൻ ആ സമയത്ത് വന്നപ്പോഴും തൊപ്പി ഞാൻ വേറെ ഒന്നും കമ്മിറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് തൊപ്പി ഇങ്ങനെ വിളിച്ചത്. അപ്പോൾ തൊപ്പി എനിക്ക് മുമ്പേ അറിയാം, കേട്ടിട്ടുണ്ട്.
കുറച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല. പുള്ളിക്കാരനെ വിളിച്ചു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. ക്യാഷ് കാര്യങ്ങളൊന്നും വാങ്ങിയില്ല? ഇല്ല, ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രാവൽ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഉള്ള ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മാത്രം നീ ചെയ്താൽ മതി എന്ന്. അതല്ലാണ്ട് എനിക്ക് വിലയിടാൻ ഞാനുമായിട്ടില്ല, അത് തരാൻ തൊപ്പിയുമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു ബ്രോ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എതിരാളിയൊന്നുമില്ല ബ്രോ, എല്ലാവരും നമ്മളെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കുമെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എതിരാളി എന്ന് പറയുന്നത് സിജോ എന്ന് അറിയുന്നുണ്ട്. ഇപ്പോഴും ആ പ്രശ്നങ്ങളും നിലവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ബ്രോ. കാര്യം ചെയ്യുന്നത് പുള്ളിക്കാരെ ഈ ബിഗ് ബോസിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ചെയ്യുന്നത് ഇതിന് വെളിയിറങ്ങുന്ന ആൾക്കാരെ കുറച്ച് കാലത്തേക്ക് സ്റ്റക്കായി പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രീവിയസ് എല്ലാവരും പഠിച്ചു വെച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ ടോട്ടൽ ഫീസ് ആയിട്ട് കൺഫ്യൂസ് ആയി എന്ത് പറയണം, എങ്ങനെ പറയണം. നേരത്തെ കിട്ടിക്കൊണ്ടുന്ന വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. കാരണം ഇത്രയും ദിവസം വെളിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അട്ട ഫേക്കാവും. അവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈവൻ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് എടുത്ത് അറിയാൻ പറ്റും. വീഡിയോ കണ്ടായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പല പല കാര്യങ്ങൾ ഇതിന് വെളിയിറങ്ങുമ്പോഴത്തേക്കും ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ വീട്ടിൽ പെട്ടുപോയ ഒരാളാണ് സിജോ. ഇത് നല്ല മനുഷ്യനാണ്, നല്ല ആളാണ്, എല്ലാം നല്ല ഗെയിമറാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. പക്ഷെ സിജോ ഇപ്പോൾ എന്തുവാ പൊഴുതുകയാണ് കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചിലപ്പം ഒരു ഇതിൽ ചോദിച്ചില്ലേ, അച്ഛനില്ല അച്ഛനില്ല, റോക്കിക്ക് എത്ര അച്ഛനുണ്ടെന്ന് ചോദിച്ചില്ലേ. അപ്പം ഇതൊക്കെ ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാനതൊക്കെ വിട്ടു പോകും. ഇടയ്ക്ക് എനിക്ക് ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുക, ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് പറയുക, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, അതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനൊന്നും പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എന്നെ സമൂഹം പഠിപ്പിച്ചത്, ഞാൻ കണ്ടത്, കേട്ടത്, പറഞ്ഞത്, അറിഞ്ഞത്, ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു ധാരണയിൽ എത്തുന്നത്. അത് ഞാൻ പറയും. അപ്പം അത് ഒരു കൂട്ടം ആൾക്കാർ എതിർത്തത് കൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവണമെന്നില്ല. കുറച്ച് ആൾക്കാർ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് അനലൈസ് ചെയ്യാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ, ആ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം എടുക്കുക. അല്ലെങ്കിൽ അത് അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളയുക. അത് ആരായിരുന്നാലും ശരി, ആരും പറയും ഇന്ന ആള് പറഞ്ഞത് കൊണ്ട് അത് നന്നാവണമെന്നൊന്നുമില്ല. അത് പൊട്ടത്തരങ്ങളും പറയും ഇന്ന ആള്. അപ്പൊ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ലാസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ. സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം സീക്രട്ട് ഏജന്റിന്റെ വ്യൂസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അദ്ദേഹം എന്താണ് ജീവിക്കുന്ന യൂട്യൂബിലൂടെയാണ്. പക്ഷെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന വ്യൂസ് ലക്ഷങ്ങളായിരുന്നു വ്യൂസ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വ്യൂസ് വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കമന്റ്സിലാണെങ്കിൽ കണ്ണാപ്പി എന്ന പേരിലാണ് ഇപ്പൊ അദ്ദേഹത്തെ ടാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖം തിരിച്ചറിഞ്ഞു. അയ്യോ, എന്റെ മുഖം തിരിച്ചറിഞ്ഞ അടിക്കട്ടെ. മുഖം തിരിച്ചറിഞ്ഞു. നമ്മള് കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഒരു മുഖമുണ്ട്, രണ്ട് മുഖമുണ്ട്, മൂന്ന് മുഖമുള്ള ആൾക്കാരുണ്ട്, 5 മുഖം വരെ ആൾക്കാരുണ്ട്, ഒന്നിന്റെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട്, പറഞ്ഞത് മാറ്റി പറയുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കള്ളം പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെ. ഇതില് പിന്നെ ബ്രോ ഒരു കാറിനകത്ത് കയറിയിട്ട് ഫുള്ളായിട്ട് പിന്നെ മറ്റേ ഡോറൊക്കെ അടച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ആരെയും എന്തും എങ്ങനെ എപ്പോഴും പറയും, പുച്ഛിക്കുകയും പരിഹാസിക്കുകയും പറയുന്ന ഒരാള് വെളിയിലോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ എന്താണെന്ന്. സോ അതായത് ഒരു സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട്, അതായത് ഇതാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടില് നമ്മൾ ഡോഗിനെ വളർത്തോട്ടോ. ഈ ഡോഗും തെരുവ് ഡോഗും സ്ട്രീറ്റ് ഡോഗും വെളിയിൽ വരുമ്പോൾ ഈ യവൻ കിടന്ന് അതൊന്നും ഭയങ്കര സൗണ്ട് ഉണ്ടാകും, വേളം ഉണ്ടാകും. എൻ്റെ വീട്ടിലൊന്നുണ്ട്, ചാപ്പോ എന്നാണ് പേര്. വെളിയിലോ കുറച്ച് ആൾക്കാരുണ്ട്, ചാപ്പോ. വെളിയിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഭയങ്കര വെള്ളം. അപ്പോൾ ഓരോ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സൈസൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ശരി തുറന്നു വിടാം, എന്താവും എന്നറിയാമോ. തുറന്നു വിട്ടപ്പോൾ എന്തെന്ന് പറയാം, ഞാൻ അവരെ കൂട്ടായി. ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു. എൻ്റെ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായി, മനസ്സിലായോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയേ ഉള്ളൂ. കാര്യം നമ്മൾ ചില ആൾക്കാരെ വിചാരിക്കും ഓക്കെ ഇതാണ് അവർ ഇതാണ് വിചാരിക്കും. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല. സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ സോഷ്യൽ മീഡിയ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണമല്ലോ. ഇതിൽ നിങ്ങൾ യുക്തി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, യുക്തി ബുദ്ധി, ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലും ശരിയും തെറ്റും മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.